അപ്പൊ തന്നെ അടുത്ത വരാൻ പോകുന്ന പ്രശ്നമാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ. ആ മൊബൈൽ ഫോൺ അഡിക്ഷൻ കാരണം പഠിത്തം പോവും, സംസാരശേഷി പോവും, ഫോക്കസ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും ഫോക്കസ് ഉണ്ടാവില്ല, അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ഉണ്ടാവും. അപ്പൊ അതെല്ലാം ലൈഫ് ലോങ് നേരിടാനുള്ള അസുഖങ്ങൾ കൂടിയായി മാറും. അപ്പൊ ആദ്യം അത് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ അടുത്തതാണ് ഈ മുക്തിയോദ്യം പദ്ധതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് 2 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫീഡ്ബാക്കും കൂടി എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിനെക്കുറിച്ച് അവർക്ക് അതിൽ നിന്നുണ്ടായ ബെനിഫിറ്റ് എന്താണ്, ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ, അതായത് സ്റ്റുഡൻസ് ആയാലും മതി, അല്ലെങ്കിൽ അമ്മമാർ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണിത്. ഒരാൾ ടാബ് കാണുന്നു, നമ്മൾ അതിനെക്കുറിച്ച് അതിൽ വരയ്ക്കും, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കും. ഇപ്പൊ അതൊന്നും അല്ല, ഇപ്പൊ എല്ലാവരും മൊബൈലാണ്, യൂട്യൂബാണ്, ഏതെങ്കിലും ഒരു കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത് ശരിക്കും അത് ഒരിക്കലും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് അവർ 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് എത്തുന്ന വരെ ഒന്നും ഇത് കളിക്കാനേ കൊടുക്കാൻ പാടില്ല. ഈ മുക്തിയോദ്യം പ്രോജക്റ്റില് നമ്മള് വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഒരു മീറ്റിംഗ്